കൊടുത്ത് അച്ഛൻ കൈപിടിച്ച് കന്യാദാനം നടത്തി കൊടുത്തതാ. പക്ഷേ കല്യാണം കഴിച്ച 3-ാം പൊക്കം അച്ഛൻ ചേട്ടൻ ബോംബയ്ക്ക് പോയി. എന്തിനു പോയതാ? മക്കൾ, ഭാര്യ, കുടുംബം. അമ്മ പറയുന്നു അച്ഛനാണ് ത്യാഗി. അച്ഛൻ പറയുന്നത് എന്റെടാ അവൾ എന്ത് സുന്ദരിയായിരുന്നെന്ന് അറിയാവോ? നിന്റെ അമ്മയെ എന്നെ രസമായിരുന്നു അറിയാവോ കാണാൻ? ഇപ്പൊ കണ്ടില്ല, കോലം കണ്ടേച്ചാലും മതി. നിന്നെ പ്രസവിച്ചു, ഇപ്പൊ നേടെ ചീക്കപ്പോത് പോലെ വീർത്തു. എന്നിട്ടോ രാവിലെ പണി, വൈകിട്ട് പണി, അടുക്കളപ്പണി, അപ്പടി പണികൾ മാത്രമേ ഉള്ളൂ. അവൾ കഷ്ടതയുടെ പരസ്പരം ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് വിഷമിക്കാനല്ലേ പറ്റുന്നുള്ളൂ. മാതാപിതാക്കളെ, നിങ്ങൾ ഈ ത്യാഗത്തിൻ്റെ കഥകളും സ്നേഹത്തിൻ്റെ കഥകളുമാണ് ആരെ പഠിപ്പിക്കേണ്ടത്? ഒരു PSC കോച്ചിങ് പൊക്കോട്ടെ, ഒരു IPS ട്രെയിനിങ് പൊക്കോട്ടെന്നേ, മനുഷ്യ കുഞ്ഞാക്ക് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് സ്നേഹത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്ക്. ജീവിതത്തിൽ മക്കളെ, അച്ഛനമ്മമാർക്ക് ഒരിറ്റ് ചോറ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചത്തു കഴിഞ്ഞല്ല വേണ്ടത്. എപ്പോൾ വേണം? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്ക്. ഒരു വീട്ടിൽ ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്നു, മകൻ ഞാൻ നോക്കുമ്പോ അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പൂണൂലുമൊക്കെ ഇട്ട് ഭസ്മം തേച്ചോണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് ചിതയിലേക്ക് കൊണ്ട് കിടത്തി. അപ്പോ വായിക്കാത്തോട്ട് എള്ളു വരിയും കൂടെ കുത്തിയിട്ട് ദർഭക്കം വിട്ട് കുത്തി കൊടുക്കുക. സത്യം പറഞ്ഞാൽ ചവിട്ടാനാ തോന്നിയത്. ജീവിച്ചിരുന്ന് ഇന്നലെ 5 മണി വരെ ജീവിച്ചിരുന്ന അച്ഛന് ഒരു വാ ചോറ് കൊടുക്കാത്ത മകൻ ചത്തു കഴിഞ്ഞപ്പോൾ വായിക്കാത്ത പച്ചരി എള്ളും കൂടെ കുത്തി ഇറക്കുക. ഒന്ന് ഓർത്തു നോക്കിയ അവസ്ഥ. എന്നിട്ടോ കാലെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലും, അയ്യോ അച്ഛാ എന്നോട് ക്ഷമിക്കണേ അച്ഛാ. നീ ചത്ത് കിടക്കുന്ന അച്ഛൻ ക്ഷമിക്കാനോ? ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന അച്ഛനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ കവിളിലൊരു ചുംബനം കൊടുത്തിട്ട് അച്ഛ എന്നോട് ക്ഷമിക്കണേ അച്ഛ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോന്നുന്നുണ്ടോ ഈ ഗൗരവത്തോടു കൂടിയിരിക്കുന്ന അച്ഛന്മാരുടെ കണ്ണ് നിറയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ, അപ്പോഴറിയാം അതിൻ്റെ സുഖം. ആ ചേർത്ത് പിടിക്കുമ്പോൾ വിഗ്രഹം പോലെയല്ല, ആ അച്ഛൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പാദം തൊട്ട് വന്നിച്ചിട്ട് ആ കവിളത്തൊന്ന് ചുംബിച്ചിട്ടൊന്ന് ചേർത്ത് പിടിച്ചേ, ആ അമ്മ നിങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. മക്കളെ, ഏത് ലോകത്ത് പോയാലും ഏത് പാപത്തിൽപ്പെട്ടാലും ആ അമ്മയുടെ മാറത്തേക്കൊന്ന് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സംരക്ഷണം ലോകത്തൊരു ഭർത്താവിൽ നിന്നും ഒരു സുഖത്തിൽ നിന്നും കിട്ടത്തില്ല, ഒരു ഭാര്യയിൽ നിന്നും ഒരു സുഖത്തിൽ നിന്നും കിട്ടത്തില്ല. അതാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളെ അറിഞ്ഞ് ജീവിച്ചാൽ അവർ സംസ്കാര സമ്പന്നരായിരിക്കും, യാതൊരു സംശയമില്ല. മാതാപിതാക്കളെ അറിഞ്ഞ് ജീവിച്ചാൽ അവർ സംസ്കാര സമ്പന്നരായിരിക്കും, അവർ കരുണയുള്ളവരായിരിക്കും. ഭഗവാൻ അനുകമ്പാദശകത്തിൽ പറയുന്നത് പോലെ, അരുളൻപ് അനുകമ്പമോദിനും പൊരുളൊന്നാണിതു ജീവതാരകം, അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുകൈനവാക്ഷരി, ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിന്തിരുമേ വിട്ടകലാതെ ചിന്തയും. കരുണയുള്ളവരാകണം, ദയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം, സ്നേഹസമ്പന്നരായിരിക്കണം നമ്മൾ. ഭാര്യ ഭർത്താവിനെ ചേർത്ത് പിടിക്ക്, ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്ക്. അച്ഛനമ്മമാരെ, നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്ക്. മക്കളെ ജീവിതത്തിൽ പുണ്യം കിട്ടാൻ നിങ്ങൾ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്ക്. നിങ്ങൾ ഗുരുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്നതിന് മുൻപ് അവിടെ നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ പാദം തൊട്ട് നമസ്കരിക്ക്. അല്ലാതെ ഒരു ക്ഷേത്രത്തിലും പോയിട്ട് ഒരു പുണ്യവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ചെയ്യുന്നെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണണം, കണ്ടുപിടിക്കണം ഒരു ശാന്തി എന്താണ് ചെയ്യുന്നത്. ആ ശാന്തി രാവിലെ ഉണരുന്നു, ആ വിഗ്രഹം തുടച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കുന്നു, അതിൽ അഭിഷേകം നടത്തുന്നു, അല്ലേ, അതിൽ വസ്ത്രങ്ങൾ അണിയുന്നു, അതിൽ പുഷ്പദീപഗന്ധാദികൾ നൽകുന്നു, നിവേദ്യം കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം നിങ്ങളും അതുപോയി ചെയ്യാനല്ല, ദേവപൂജയാണ് ആ ചെയ്തത്. ആരാണ് ദൈവം? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ദൈവദശതി ഗുരു പറയുന്നു, സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയുമായത് ദൈവമാണെന്ന്. അല്പം മുമ്പ് ബയോളജിയിൽ നമ്മൾ പറഞ്ഞു 23 ക്രോമസോം അച്ഛനും 23 ക്രോമസോം അമ്മയുമാണ് നൽകിയത്. സൃഷ്ടിക്കുള്ള സാമഗ്രി മാതാപിതാക്കളുടെ കോശങ്ങളാണ്. അങ്ങനെയാണ് ദൈവം ആരാ? മാതാപിതാക്കൾ. ഇതുവരെ വന്നിട്ടുണ്ടോ മാതാപിതാക്കളെ? മക്കൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ മക്കളെ കൊണ്ടുവരാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ മക്കളുടെ കയ്യും പിടിച്ചോണ്ട് അമ്പലത്തിലോട്ടല്ലേ കൊണ്ടുപോയത് ദൈവത്തെ കാണിക്കാൻ?
ഒന്ന് ഓർത്ത് നോക്കുക, ഈശ്വരീയമായ ചൈതന്യമുള്ള നിങ്ങൾ, മക്കളുടെ പാതിയായ ജീവനായ നിങ്ങൾ അവരെ ഇത് പറഞ്ഞു കൊടുക്കാതെ മറ്റെല്ലാം പകർന്നു നൽകി. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ അച്ഛനമ്മമാർ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പൂജിച്ചു തുടങ്ങുക, അവരെ സ്നേഹിച്ചു തുടങ്ങുക. അങ്ങനെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിച്ചാൽ ഗുരുവിൻ്റെ ബ്രഹ്മചര്യാശ്രമം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നീ ആര് എന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ഗുരുവിൻ്റെ ഭക്തരായി നിങ്ങൾ മാറുന്നത്, ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രീഭൂതരാകുന്നത്. ഗുരു നയിക്കുന്ന വഴിയെ, ഗുരു നൽകുന്ന അറിവിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും. ഗുരുവിൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമോ? ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് എത്തിച്ചിട്ട് ഗുരു പറഞ്ഞതിനെതിരാണ് പ്രവർത്തിക്കുന്ന അനുഗ്രഹം ഉണ്ടാവുമോ? ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കളെ പൂജിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. ഈയിടെ ഒരു വേദിയിൽ ഞാനൊരു മാതൃപൂജ നടത്തിച്ചു. അവിടെ ഉണ്ടായ ഒരു അനുഭവം വളരെ വലുതായിരുന്നു. അച്ഛനമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര മടി ആദ്യം ഇരിക്കാൻ. അമ്മയുടെ പാദം നിരപ്പിനിങ്ങനെ ഇരിക്കുക. പാദം ഒരു പാത്രത്തിലേക്ക് വെച്ചു, അവരെ കൊണ്ട് വെള്ളം ഒഴുകിച്ചു, കാല് കഴുകിച്ചു. അമ്മമാർക്ക് എന്തോ പോലെയോ കുഞ്ഞെൻ്റെ പാദം കഴുകുന്നു. ഞാൻ പറഞ്ഞു, അനുഭവിക്കുക, ആ സുഖമെന്ന് അനുഭവിക്കുക. അമ്മയുടെ കണ്ണീരിറ്റിട്ട് വീഴാൻ പല അമ്മമാരും കരഞ്ഞു. ഞാൻ പറഞ്ഞു, അല്പം ചന്ദനമെടുത്ത് അമ്മയുടെ ആ പാദത്തിലൊന്ന് തേക്ക്. നിങ്ങൾ ഇതുവരെ പൂജ നടത്തിയിരിക്കുന്ന വിളക്കിന്റെ ചുവട്ടിലല്ലേ? വിളക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന അമ്മയുടെ പാദത്തെ പുഷ്പമിടും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ പാദത്തിലേക്ക് ഇതിൽ പുഷ്പമിട്ട് തൊട്ടു തരാൻ പറഞ്ഞു. പല കുഞ്ഞുങ്ങളും അത് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നെറ്റി കൊണ്ട് അമ്മയുടെ പാദത്തിലൊന്ന് മുട്ടിക്കുക. സത്യം പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ചില കുട്ടികൾ ചെയ്തു, ചിലർ അല്ലാതെയും ചെയ്തു. പക്ഷേ ചെയ്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എഴുന്നേക്ക്. അല്പം കൽക്കണ്ടം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അന്ന് ചോറ് വെക്കുന്നതായിട്ട് വിചാരിച്ചാൽ മതി, അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കഴിച്ചപ്പോൾ അമ്മമാരറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ കവളത്തൊരു ചുംബനം കൊടുക്കാൻ. പക്ഷേ അതൊരു സീനായിരുന്നു, പൊട്ടിക്കരച്ചിലിൻ്റെ വേദിയായി. കാരണം ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ഒരു അനുഭൂതിയാണ് ആ അമ്മമാർക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു, മക്കളെ, ഇനി നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും പോകണ്ട, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ശരിയാണോ അമ്മമാരെ ഞാൻ പറഞ്ഞത്? ആ ഒരു അനുഗ്രഹം വേറെ എവിടുന്നെങ്കിലും കിട്ടുമോ? എവിടുന്നെങ്കിലും കിട്ടുമോ? അതാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധത്തെ നമുക്ക് പിരിക്കാൻ പറ്റില്ല. പിന്നെ ആ ബന്ധമാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ അറ്റുപോയത്. പരസ്പരം കണ്ടാ കലഹം, നോക്കിയാ കലഹം. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കുക, മുഖത്ത് നോക്കിയാൽ ഒന്ന് ചിരിക്കാൻ മടിയാ, ഒന്ന് ചിരിക്കാൻ മടിയാ. വെളുത്ത പല്ല് തന്നിട്ടില്ലേ? ഒന്ന് മോണ പൊക്കിയാൽ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ എന്താ കുഴപ്പം? ഒന്ന് നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ തിരിഞ്ഞിരിക്കുക. പാണ്ടിലോർ ഇവിടെ തവള ഇരിക്കുന്ന പോലെ ചില ഭർത്താക്കന്മാർക്ക് ഇരുന്ന് വേർതിരിക്കുന്നത്. എന്തിനാണ് ഈ ബലം പിടുത്തം? ഞങ്ങൾക്ക് ഈ ബലം പിടുത്തം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സിൽ കരയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വലിയ സംരക്ഷണക്കാരല്ലേ. ഇപ്പോൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുക? ബലം പിടിച്ചിരിക്കുക. മക്കളെ, നിങ്ങൾക്കറിയില്ല അച്ഛനെ. നിങ്ങളറിയുന്ന അച്ഛൻ ബലം പിടിച്ചിരിക്കുന്ന, വഴക്ക് പറയുന്ന, ദേഷ്യഭാവമുള്ള അച്ഛനാണ്. പക്ഷേ ഞങ്ങൾക്കുമുണ്ട് വേദനിക്കുന്നൊരു ഹൃദയം. നിങ്ങളെ ഒരുപക്ഷെ വഴക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്ന അച്ഛന്മാരെ നിങ്ങൾ കാണാറില്ല. നിങ്ങളെ ഉറക്കത്തിൽ വന്ന് നിങ്ങളെ തലോടുന്ന അച്ഛനെ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പാദമെടുത്ത് ചുണ്ടിൽ വെച്ച് ചുംബിച്ചിട്ടുള്ള അച്ഛനെ നിങ്ങൾക്കറിയില്ല. അതറിയണമെങ്കിൽ അച്ഛൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ പഠിക്കണം. പരസ്പരം ആ മനസ്സുകൾ കാണാൻ പഠിക്കണം. നമുക്കില്ലാത്തത് അതാണ്. പരസ്പരം മനസ്സറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പൊരുത്തം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മനസ്സിൻ്റെ പൊരുത്തമാണെന്നാ പറയുന്നത്. മനപ്പൊരുത്തമല്ലേ പറയുന്നത്? ആ പൊരുത്തം എന്താണെന്ന് അറിയണമെങ്കിൽ പരസ്പരം മനസ്സ് വായിക്കാൻ പഠിക്കുക. അകന്നിരുന്ന മനസ്സ് വായിക്കാൻ പഠിക്കില്ല. ചേർത്ത് പിടിച്ചാലേ നമുക്ക് മനസ്സ് വായിക്കാൻ പഠിക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെ മനുഷ്യ സ്നേഹമുള്ള, സഹനമുള്ള, ത്യാഗമുള്ള, സന്തോഷമുള്ള, അരുളുള്ള, അൻപുള്ള, അനുകമ്പയുള്ള മനസ്സിൻ്റെ ഉടമകളാകണം. അതാണ് ഗുരുവിൻ്റെ സങ്കല്പത്തിലെ മനുഷ്യത്വമുള്ള രൂപങ്ങളായ മനുഷ്യർ. പണ്ടതില്ലായിരുന്നു. ഓർക്കണം, ഈ സംഘടനയെ സംബന്ധിച്ച് ഞാൻ സംഘടനയെ കുറിച്ച് 2 വാക്കൂടെ പറഞ്ഞിട്ട് നിർത്താം. SNDP യോഗം എന്ന മഹത്തായ സംഘടന രൂപം കൊണ്ടതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ചുമ്മാ ഒരു സുപ്രഭാതി എല്ലാവർക്കും കൂടെ കൂട്ടം കൂടാനൊന്നും രൂപീകരിച്ചതല്ല. ഇത്തരത്തിൽ മനുഷ്യനായി പിറന്നിട്ടും മനുഷ്യത്വം എന്താണെന്ന് അറിയാതെ അന്ധതയുടെ, അജ്ഞതയുടെ അഗാധഗർത്തത്തിൽ ആണ്ടുപോയി. ആ ഒരു അവസ്ഥയായിരുന്നു ദുരവസ്ഥ. നമ്മളുടെ ഇന്ന് കേരളമെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയും തിരുവിതാംകൂറും മലബാറും അടങ്ങുന്ന മലയാളക്കരയുണ്ടായിരുന്നു. പലരും പ്രഭാഷണം നടത്തുമ്പോൾ പറയും 1903 കേരളത്തിലാണ് എന്തുണ്ടായതെന്ന്. കേരളത്തിലാണ് SNDP യോഗം ഉണ്ടായത്. അല്ല,
1928, 27, 24 കാലഘട്ടത്തിന് ഒത്തിരി സവിശേഷത ഉണ്ട്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തുണ്ടായി? അവിടെ വൈക്കം സത്യാഗ്രഹം നടന്നു. കേരളത്തിൽ ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായ സർവമത സമ്മേളനം നടന്നു. ഒന്നും നടന്നത് കേരളത്തിലല്ല, പിന്നെ എവിടാ? കേരളമൊക്കെ ഉണ്ട്, അതിനൊക്കെ ശേഷമാ. അന്ന് എന്തേ ഉള്ളൂ? കൊച്ചിയും തിരുവിതാംകൂറും മലബാറും തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാ. ആ നാട്ടുരാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന തമ്പുരാന്മാർ ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കുക. ആ തമ്പുരാന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ചാതുർവർണ്ണ്യത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ അതിനെ ദുഷ്കൃതമാംവിധം മനുഷ്യ മനസ്സുകളിലേക്ക് ഇറക്കി കുലത്തൊഴിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ കുലമകം ചിന്തിച്ചുകൊണ്ട് ശൂദ്രനും താഴെയായിരുന്നു നമ്മളുടെ സ്ഥാനം. വെളുത്തിരിക്കുന്ന നിങ്ങൾക്കൊന്നും ഒരു വെളുപ്പമെന്ന് പറയില്ല. നിങ്ങളുടെ പേരെന്താ? അവർണൻ. ഇപ്പോഴും ആ പേരൊക്കെ തന്നെ കേട്ടോ. സവർണനും അവർണനും, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനും താഴെ നിൽക്കുന്ന നമുക്ക് 16 അടിയും 32 അടിയും 64 അടിയും ഒക്കെ അകന്നു നടത്താൻ നിയോഗിക്കപ്പെട്ടവർ തീണ്ടാക്കല്ലുകൾക്ക് വെളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് കണ്ട കാഴ്ചയാണ് ഗുരുവിനെ 1888 ശിവരാത്രി നാളിലെ മഹാപ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോയത്. അരിവുപ്പുറം പ്രതിഷ്ഠ. മനുഷ്യ മനസ്സിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപികളായിട്ടും അജ്ഞതയുടെ അന്ധകാരത്തിൽ ആണ്ടുപോയ മഹാജനതയെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കിയ 1888 ശിവപ്രതിഷ്ഠ. ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത കല്ല് ശിലയോട് ചേർത്ത് പ്രതിഷ്ഠിച്ചത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ ഒരു മഹത് വചനം എഴുതി വെച്ചു ഗുരു. അതാണ് ലോകത്ത് മാറ്റിക്കൊള്ളേണ്ട മഹത് വചനം. ഏതാണെന്നറിയാമല്ലോ? യാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം 1888 നടന്നത്. 136 വർഷമായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. എത്ര അക്ഷരമുണ്ട് അതിനകത്ത്? മനസ്സിലായത്? നമ്മൾ കേൾക്കുമെന്നേ, പക്ഷെ പലരും നമ്മൾ തിരിച്ചറിയില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ നോക്കണം. കുഞ്ഞുങ്ങളോട് അച്ഛനും അമ്മയും കാണാൻ പറഞ്ഞ പോലെ ഇത്രയും വർഷമൊക്കെയായി എഴുതി വെച്ചിട്ട് എത്ര അക്ഷരമുണ്ട് എണ്ണി നോക്കാൻ പോവാണോ? 32 അക്ഷരം കേട്ടോ. 32 അക്ഷരം. ഗുരു ആ മഹത്വ സന്ദേശം എഴുതിയ ഗുരുവിന്റെ പ്രായം എത്രയെന്നറിയാവോ? അരിവുപ്പുറം പ്രതിഷ്ഠ നടത്തി ഈ മഹത് സന്ദേശം എഴുതിയ ഗുരുവിന്റെ പ്രായം 32 വയസ്സ്. ഈ സന്ദേശത്തിന്റെ അക്ഷരങ്ങളുടെ എണ്ണം 32. ഇനി തെറ്റിക്കരുത് കേട്ടോ. അപ്പോ ആ മഹത് സന്ദേശത്തിലൂടെ കടന്നു. ആട്ടെ, ദൈവദശകം ഒന്നും ചൊല്ലുമല്ലോ. ദൈവദശകം അറിയാവോ? ദൈവദശകം അറിയാം. എത്ര അക്ഷരമുണ്ട്? നിങ്ങൾ ചെല്ലുമ്പോൾ അക്ഷരം കൂടുതലായിരിക്കും. എത്ര അക്ഷരമുണ്ട്? മറക്കരുത്. ഇനിയും 32ാമത്തെ വയസ്സിൽ 32 അക്ഷരം കൊണ്ട് കുറിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എന്താ സാഹോദര്യ സന്ദേശം ലോകത്താദ്യമായി. സ്വാമി വിവേകാനന്ദൻ പോയതൊക്കെ അതിന് ശേഷമാ. സ്വാമി വിവേകാനന്ദൻ പോയി സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ച് ലോകത്തെ ആദ്യത്തെ സർവ്വമത സമ്മേളനത്തിൽ പ്രസംഗിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്നാ 1893. പക്ഷേ അതിനേക്കാൾ 5 വർഷം മുമ്പാണ് ലോകോത്തര സന്ദേശം ആര് രചിച്ചത്? ഗുരു രചിച്ചത്. മനസ്സിലാക്കണം ഗുരുവിന്റെ ദിവ്യമായ സന്ദേശം. കാരണം എന്താ? താനകുലത്തിൽ ജനിച്ചത് കൊണ്ട് ഇത് അറിയാൻ ആളുണ്ടായില്ലെന്നേ. അറിയേണ്ടവർ നമ്മളായിരുന്നു. നമ്മളൊട്ട് അറിയിക്കാനും തയ്യാറായില്ല. കാലഘട്ടം അതായിരുന്നു. ദൈവദശകത്തിൽ 320 അക്ഷരം കേട്ടോ. 32ന് കൂടെ ഒരു 0 കൂടി ഇട്ടാൽ മതി. ഇനി ഒരു 0 കൂടി ഇട്ടാൽ എന്ത് കിട്ടുമെന്നറിയാവോ? 3200 അക്ഷരം. ഏതാണ്? ദർശനമാല കേട്ടോ. അപ്പോ 32 അക്ഷരം, 320 അക്ഷരം, 3200 അക്ഷരം. മറക്കരുത്. അപ്പോൾ അതൊക്കെ പിന്നീട് പഠിക്കുമ്പോഴാട്ടെ, കൃതികൾ പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ സമൂഹത്തിലുണ്ടായ ദുരവസ്ഥയിൽ നിന്ന് മോചനം നേടുവാൻ മഹാഗുരു തിരികൊളുത്തിയ മഹത് പ്രസ്ഥാനമായിരുന്നു എന്ത്? 1903 ജനുവരി 7 രൂപീകരിച്ച SNDP യോഗം. അത് 1903 മെയ് മാസം 15 രജിസ്റ്റർ ചെയ്തു. എന്തിനു വേണ്ടി? ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് പിന്നാക്ക ജനതയുടെ മോചനം. എങ്ങനെയുള്ള മോചനം? ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉന്നമനം. അത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടന ഇന്ന് 121 വർഷം പിന്നിടുമ്പോൾ, സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും സംഘടന വ്യാപിച്ചു. അവിടെ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമ്മെ പഠിപ്പിച്ച മഹാഗുരു ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമായി ലോകോത്തര സന്ദേശം നൽകിയ മഹാഗുരുവിൻ്റെ മഹത് വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. കാരണം ഗുരുവിൻ്റെ കുലത്തിൽ ജനിച്ചത് അഭിമാനമാണെന്ന് പറയാൻ പറ്റണം. പണ്ട് അപമാനമായിരുന്നു ഇല്ലേ? ഈഴവനാണെന്ന് പറയുന്നത് അപമാനമായിരുന്ന നാടായിരുന്നു നമ്മുടെ നാട്.
ഇന്നത് മാറി. ഇന്ന് ഈഴവനാണെന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് ഡോക്ടർ പൽപ്പു. SNDP യോഗത്തിന്റെ ശില്പിയായ ഡോക്ടർ പൽപ്പു പറഞ്ഞത്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അവിടെ ഈഴവനായി പിറക്കണമെന്നാണ്. സ്വന്തം ജാതിയെ തള്ളിപ്പറഞ്ഞ്, സ്വന്തം ജാതിയെ തള്ളിപ്പറയുന്ന മാതാപിതാവിനെ തള്ളിപ്പറയുന്ന തുല്യമാണല്ലേ. എൻ്റെ അച്ഛൻ ഈഴവനാണെങ്കിൽ, എൻ്റെ അമ്മ ഈഴവത്തിയാണെങ്കിൽ ഞാൻ ആര് തന്നെയാ? ജാത്യാഗുണം തൂത്താ മാറത്തില്ല കേട്ടോ. ജാതി മാറ്റി എഴുതാൻ പറ്റത്തില്ല. മൂടി വെച്ചിട്ട് ഒരു കാര്യമില്ല. അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകോത്തര സന്ദേശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ധാർമ്മികമായ ബോധം നമുക്കുണ്ടാവണം. ചിലർ അതിന് തുനിയത്തില്ല. എന്നിട്ടോ എല്ലാവരും ഇതായി കഴിയുമ്പോൾ അതിന് മുന്നിൽ വന്ന് പ്രചരിപ്പിക്കുന്നവർ മാത്രമായി മാറും. അരുത്. ഈ സംഘടനയുടെ ഒരു ഇതളായി ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ഇലകളായി ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ഇലയായി ജനിച്ചെങ്കിൽ ഗുരുവിൻ്റെ സന്ദേശം നേടി ഞാൻ എന്തു ചെയ്തു എന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? അവിടെ പോയി കഴിച്ചിട്ട് പോന്നതോ? എന്തു ചെയ്തു? വല്ലപ്പോഴും ഇച്ചിരി പിരിവ് കൊടുത്തതോ? അല്ല. ഒന്നുമില്ലെങ്കിൽ ഗുരുവിൻ്റെ ദിവ്യമായ ഒരു സന്ദേശം എൻ്റെ മക്കൾക്കെങ്കിലും പകർന്നു നൽകിയാൽ ഞാനും ഗുരുവിൻ്റെ ആ പ്രഭാപൂരിതമായ ആ ദീപത്തിൻ്റെ വെളിച്ചം നുകർന്നു എന്ന് പറയാൻ സാധിക്കും. ഇല്ലാതെ പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ആ ബോധം. ആ ബോധം ഉണ്ടാകണമെന്ന് നാം അറിയണം. അറിയാതെ അറിയിക്കാൻ പറ്റില്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാനുമായിരിക്കണം നമ്മളുടെ കർമ്മങ്ങൾ. അതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. അത്തരത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കണം നമുക്ക്. ഇന്ന് ഈ പുറംനാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളം വിട്ട് വെളിയിൽ വന്ന്, അന്ന് കേരളമില്ലായിരുന്നു, പിന്നെ കേരളമുണ്ടായി, മലയാളക്കര മാറി ഇല്ലേ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചു, സംഘടന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെട്ടു, ഭരണഘടനയുണ്ടായി. പക്ഷേ ആ ഭരണഘടനയിലൊക്കെ നമുക്ക് സംവരണത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി തന്നു. വെറുതെയല്ല, ചോദിച്ചു വാങ്ങിയതാ. അവകാശം എന്താ? നമ്മളെ ചവിട്ടിത്താഴ്ത്തി, നാടിൻ്റെ ഉടമകളായ, മണ്ണിൻ്റെ ഉടമകളായ നമ്മളെ കടന്നു വന്നവർ ചവിട്ടിത്താഴ്ത്തി ആധിപത്യം സ്ഥാപിച്ചു. അതിൽ നിന്ന് നമുക്ക് മോചനം, അവരോടൊപ്പം നിൽക്കുവാൻ അനുകൂലമായി ഡോക്ടർ അംബേദ്കറിനാൽ ലിഖിതമായ നിയമവ്യവസ്ഥകൾ ഉണ്ടായതാണ്. എന്ത്? സംവരണം. അല്ലാതെ ആരും ഔദാര്യമൊന്നുമല്ല. ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ ഈഴവനാണെന്ന് പറയാൻ നാണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു നാണവും വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ നിറം വെളുപ്പായതുകൊണ്ട് എനിക്ക് ഈഴവനാണെന്ന് പറയാൻ നാണം, എൻ്റെ നിറം ചുമന്നതായതുകൊണ്ട് ഈഴവനാണെന്ന് പറയാൻ നാണം. ഒരു നാണവും വേണ്ട. ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. നേപ്പാളീസിനെ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും ഇല്ലേ? ശരിയാണോ? നീഗ്രോസിനെ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. അറബി നാട്ടിൽ പോയപ്പോൾ അവിടെയും കണ്ടത് കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഭാരതത്തിൽ മാത്രം 10 എണ്ണത്തിനെ കണ്ട 10 തരത്തിലായിരിക്കുന്നത്. എന്താ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് ഇടം കൊടുത്ത നാടാണ് ഭാരതം. ഓർത്തുകൊള്ളുക. നോക്കി, അന്ന് ഫ്രണ്ട് 6 പേരിരിപ്പുണ്ട്. 6 ഭാവമല്ലേ? 10 നേപ്പാളീസ് ആണെങ്കിലോ ഇരുന്നെങ്കിലോ ഇതിനെക്കളി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലേ? ആ ജനുസ് മാറിപ്പോയി. ഭാരതം മറ്റുള്ളവർക്ക് ഇടം കൊടുത്ത നാടാണ്. എല്ലാവരെയും സ്വീകരിച്ച് നമുക്ക് ഇന്ന് നമ്മെ തഴിയപ്പെട്ട നാട്ടിൽ നിലനിൽക്കുന്നില്ല, അവരോടൊപ്പം നമ്മളെ ചേർക്കുന്നില്ല. മണ്ണിൻ്റെ മണമുള്ള നമ്മൾ ഇന്ന് മണ്ണില്ലാത്തവരായി മാറിക്കഴിഞ്ഞു. ശരിയാണോ? മണ്ണിൻ്റെ മണമുള്ള മണ്ണിൻ്റെ മക്കളായ നമുക്കിന്ന് മണ്ണില്ല. ആ മണ്ണൊക്കെ മറ്റുള്ളവരിന്ന് കൈയടക്കി വെച്ചുകൊണ്ട് അവരുടെ അടിമകളായി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. ഓർക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓർക്കണം, ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നാളുകളിൽ പണ്ടത്തേതിനേക്കാൾ മോശമായി മാറും. സംഘടനയെ അറിഞ്ഞു വളർത്തിയില്ലെങ്കിൽ, സംഘടനയെ സേവിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിച്ചില്ലെങ്കിൽ, ഗുരുവിൻ്റെ ദർശനം ഏകോദര സഹോദരങ്ങളായി കഴിയുവാൻ, ഏകലോക മാനവികതയുടെ അവതാരമൂർത്തിയായ ഗുരു സന്ദേശങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ജാതിക്കും മതത്തിൻ്റെയും ഭ്രാന്തമായ ആവേശം ജ്വലിക്കുന്നവർ കടന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ ഹീനജാതി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഇനിയും നമ്മൾ അടിമകളായി മാറാതിരിക്കണമെങ്കിൽ പൂർവ്വകാല സൂകരുകളായ ഡോക്ടർ പൽപ്പും കുമാരനാശാനും സഹോദരയ്യപ്പനും തുടങ്ങി കടന്നു വന്ന ഈ സംഘടനയുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ച് അതിനെ ശക്തമായി കൊണ്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഹോമം ചെയ്യാറുണ്ടോ? പേടിയാ. നിർത്താൻ കേട്ടോ, ഇപ്പം നിർത്താം. 5 മിനിറ്റ് കൊടുക്കാമല്ലോ. അപ്പോ ഹോമം ചെയ്തിട്ടുണ്ടോ? പേടിയാ. ഞാനത് പറയാൻ കാര്യം, പണ്ട് മലയാളക്കരയിലെ കുമാരനാശാൻ ദുരവസ്ഥ എന്നൊരു കൃതി എഴുതി. അതിനുശേഷം കുമാരനാശാൻ ചണ്ടാലഭിക്ഷുക എന്നൊരു കൃതി എഴുതി. ആ സമൂഹത്തിന്റെ വ്യവസ്ഥ കണ്ടുകൊണ്ട് എഴുതിയതാണ്. തൂമതേടും തൻ ബാളകിണറ്റില് ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ
കോമളാങ്കി നീർക്കോരി നിന്നിടിനാൻ ശ്രീമനാ ഭിക്ഷുവങ്ങൂ ചെന്നർത്ഥിച്ചാൻ. കേട്ടിട്ടുണ്ടോ? ഒരു സ്ത്രീയോട് ചെന്ന് ഒരു ആര്യ ബ്രാഹ്മണൻ ഇച്ചിരി വെള്ളം ചോദിച്ചു. പക്ഷേ ചോദിച്ചപ്പോ ഈ ഭിക്ഷുവിക്ക് പേടിയായി. അല്ലല്ലെന്തോ കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലിടും ആര്യന്മാർ. പേടിച്ചുപോയി. കാരണം എന്താ? ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക, ഞാൻ ആരാ? നീചനാരിയ, എൻ്റെ കൈകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? അതിനെയാണ് കാരണം. ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ആരാ? ചണ്ടാലിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ പിന്മാറുന്നു. ആ ദുരവസ്ഥയെ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കി ആര്? കുമാരനാശാൻ തൂലികത്തുമ്പിലൂടെ. പടവാളോങ്ങുന്ന രാജഭരണ കാലഘട്ടത്തിലാന്ന് ഓർക്കണം. ഗവൺമെന്റ് ഇല്ല, കേരളമില്ല. പറഞ്ഞാൽ കഴുത്ത് വെട്ടുന്ന കാലഘട്ടത്തിൽ ചങ്കൂറ്റത്തോടെ നിന്നുകൊണ്ട് തൻ്റെ തൂലികത്തുമ്പ് ചലിപ്പിച്ചുകൊണ്ട് എഴുതി കുമാരനാശാൻ, ജാതിഭേദങ്ങളും ബുദ്ധിപ്രഭകളും സ്നേഹബലിക്കും ഉറവകളും ആകന്ത എത്ര വിഫലമാക്കി തീർത്തു നീ ഹിന്ദു ധർമ്മമേ ജാതി മൂലം. എഴുതിയ വരികൾ ആ ദുരവസ്ഥയിൽ. തൊട്ടുകൂടാത്തവർ തീണ്ടുകൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. കൃതികളൊക്കെ ഒന്ന് പഠിക്കാൻ നല്ലതാ. ആ അവസ്ഥയിൽ നിന്നാണ് ഓർക്കണം ഇന്ന് ഞെളിഞ്ഞിവിടെ ഇരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയത്. തലയ്ക്കും മൂലയ്ക്കും കരം കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിന്ന്, ഒരു ചെരുപ്പിട്ട് നടക്കണമെങ്കിൽ കരം കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യത്വത്തോടുകൂടി ഇന്ന് നെഞ്ചു വിരിച്ചു നിൽക്കുവാൻ, അന്യ സ്ഥലത്ത് വന്നും ഇന്നിവിടെ സംഘടിക്കുവാനും ശക്തരാകുവാനും നിങ്ങളെ പ്രാപ്തമാക്കിയത് ഈ സംഘടനയാണെങ്കിൽ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനും അവർക്ക് പഠിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ടാക്കിയത് ഈ സംഘടനയാണെങ്കിൽ, ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താനെന്ന് ബോധിപ്പിച്ച കുമാരനാശാന്റെ വരികൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. മാറ്റത്തിന് വിധേയമാകുന്ന സമൂഹത്തിൽ മഹാഗുരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മഹാഗുരുവിന്റെ അറിവുകൾ അത് ജ്വലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നന്മ വളർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതിനായി മഹാഗുരുവിൻ്റെ വചനം സംഘടിച്ച് ശക്തരാകുക, സംഘടിച്ച് ശക്തരാകുവാനുള്ള ആ ഗുരുവിൻ്റെ മഹത്വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട്, സ്നേഹിക്കുവാൻ പഠിച്ചുകൊണ്ട്, കുടുംബജീവിതം സുന്ദരമാക്കാൻ പഠിച്ചുകൊണ്ട്, മാതാപിതാക്കളെ മക്കളെ ചേർത്ത് പിടിക്കാനും മക്കളെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുവാനും അവരുടെ പാദത്തിൽ പൂജ ചെയ്യുവാനും അവരുടെ കവിളത്തൊരു ചുംബനം കൊടുക്കുവാനും അവരുടെ വായിലൊരിറ്റ് ഭക്ഷണം വെച്ച് കൊടുക്കുവാനും, വാർദ്ധക്യത്തിൽ അനാഥാലയങ്ങളിൽ തള്ളാതെ ശാന്തി എന്താണോ ശ്രീകോവിലിൽ ചെയ്തത് അത് കണ്ടിട്ട് തൻ്റെ മാതാവിനെയും പിതാവിനെയും സ്വഗ്രഹമാകുന്ന ക്ഷേത്രത്തിൽ വെച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിരവധിയായ സംഭവങ്ങളുടെ 100 വർഷം, ശ്രീനാരായണ ധർമ്മത്തിൻ്റെ 100 വർഷം. ഞാനിപ്പോൾ ചോദിച്ചത് ഹോമം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്, മഹാഗുരു നിങ്ങൾക്ക് ചെയ്യുവാൻ ഒരു ഹോമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? ആര്യന്മാർ ശിവഗിരിയിലെത്തിയപ്പോൾ ആര്യന്മാരെ കൊണ്ട് ചെയ്യുവാൻ എഴുതി കൊടുത്ത ഹോമമന്ത്രം ഓം അഗ്നേതഭയ തേജസ്തദ്ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിത് സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. മറ്റുള്ളവരെ കൊണ്ട് ജയിക്കാനുള്ള ഹോമമല്ല, ഇത് സ്വയം ചെയ്യാനുള്ള ഹോമമാണ്. നീയാകുന്ന നിന്റെ പഞ്ചഭൂത ഇന്ദ്രിയങ്ങളുടെ അനുഭൂതികളെയും അതിൽ നിന്നുണ്ടാകുന്ന മനസ്സിനെയും അതിൽ നിന്നുണ്ടായ ബുദ്ധിയെയും നീ ഇതാ ഹോമിക്കുന്നു സമിത്തുക്കളായിട്ട്. അഹമെന്ന നിന്റെ ആ ചിന്തയും നീ ഇതാ നെയ്യായി ഹോമിക്കുന്നു. അങ്ങനെ ഞാൻ സ്വതന്ത്രമാകുന്നു. അങ്ങനെ ഞാൻ എന്ന ആ അഹംബോധത്തെ നാം എന്നും നമ്മുടേതെന്നുമാക്കി മാറ്റുവാൻ സ്വയം ചെയ്യുന്ന ഹോമമാണ് മഹാഗുരു രചിച്ചെന്ന ഹോമം. ആദ്യം നടത്തിയ ഒരു സ്ഫോടനമുണ്ട്. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും കൂടിച്ചേർന്ന് നടന്ന സ്ഫോടനത്തിൽ നിന്ന് ഞാനുണ്ടായി. ആദിയിൽ സ്ഫോടനത്തിൽ നിന്ന് ദൈവമുണ്ടായി, വചനമുണ്ടായി എന്ന് പറയുന്ന അതേ വാക്ക് സംഭവിച്ചത് ഒരമ്മയുടെ ഗർഭാശയത്തിൽ ബീജാണ്ഡങ്ങളുടെ സ്ഫോടനം, അതിൽ നിന്ന് ഞാനുണ്ടായി. ആദ്യത്തെ ഹോമം. അവസാനത്തെ ഹോമം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം എടുത്തു വെച്ച് ഞാൻ സമിത്തായി കണ്ടുകൊണ്ട് അതിനെ കത്തിക്കുന്നതാണ് അവസാനത്തെ ഹോമം.
ഹേ മനുഷ്യ, ജീവിച്ചിരിക്കുമ്പോൾ നീ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഹോമമാണ് മഹാഗുരു കൽപ്പിച്ചരുളിയ ഹോമമന്ത്രം. അതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായും നല്ല മനുഷ്യരായി മാറുവാൻ ഈ 170ാമത് തിരുജയന്തി ദിനത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള സമയമേ ഉള്ളൂ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവട്ടെ, മാറ്റത്തിന് വിധേയമാകട്ടെ. ഗുരുവിൻ്റെ നന്മയുള്ള വചനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അല്ലാത്തവയെ മാറ്റിവെക്കുക. നന്മ മനുഷ്യഹൃദയങ്ങളിൽ പകർന്നുകൊണ്ട് ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് കടന്നു പോകുക. അതിന് മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഏറെ പ്രിയപ്പെട്ട യൂണിയൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഈ ശാഖയുടെ പ്രിയങ്കരായ ഭാരവാഹികൾ, ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേര് എന്നെ വരവ് കാത്ത് എന്നെ ക്ഷണിച്ചു. വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ ശാഖയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരെയും കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ മഹാഗുരു ഇവിടേക്ക് എത്തിച്ചതിലും ഗുരുവിൻ്റെ വചനങ്ങൾ അല്പമെങ്കിലും നിങ്ങളുടെ മുന്നിൽ പറയുവാൻ സാധിച്ചതിലും ഗുരുവിൻ്റെ അതാരബിന്ദങ്ങളിൽ സമർപ്പണം നടത്തിക്കൊണ്ട് പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരു തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സ ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം നമസ്തേ. നമസ്തേ പറയണം തിരിച്ച്. നമസ്തേ. സന്തോഷം. ഹലോ.